ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി ഞാൻ അടുത്തത്തിൽ കുടിപ്പുരത്ത് സ്റ്റോക്സ്. ഒരു മിനിറ്റ്. പുള്ളിങ് റെസ്റ്റോറൻറ്റ്സ് ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി. ഇന്ന് ദിലീപിൻ്റെ വിഷയം, അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ രണ്ടാം സൈഡ് അവിടെ ഒരു ഇത് കണ്ടല്ലോ. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റും ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചരിത്ര സൈഡം പറഞ്ഞില്ല, മാത്രമല്ല മുസ്ലിം ജിഹാദ് എന്താണെന്ന് പറ്റുന്നത് പോലെ ഞാൻ പറഞ്ഞേക്കാം. ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി പുള്ളിങ് റെസ്റ്റോറൻറ്റ് ഹോൾസാൻ ബീനോട്ട് എൻ്റെങ്ങളിലേക്ക് ഞാൻ അടിമത്തിൽ കൂടി പോയിട്ട് ഞാൻ അടിമത്തിൽ കൂടി പോയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് വെയിറ്റില്ല. ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി. പിന്നെ എനിക്ക് ചില വിഷയങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് നിങ്ങളോട് പറയട്ടെ. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി വളരെ ഗുഡ് വാർഫെയർ ഹോൾഡ് ചെയ്ത കൺസേൺസ് പുള്ളിങ് റെസ്റ്റോറൻറ്റ്സ് കാസ്റ്റിൻ്റെ ഇമാജിനേഷൻസ് ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി വളരെ ഗുഡ് വാർഫെയർ ഹോൾഡ് ചെയ്ത കൺസേൺസ് മുസ്ലിം മതം എത്രമാത്രം തിന്മയാണെന്നുള്ള അർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ വേണം കുറച്ച് ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി. മുസ്ലിം മതം എത്ര തിന്മയാണെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി. നമ്മുടെ അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി വളരെ ഗുഡ് വാർഫെയർ ഹോൾഡ് ചെയ്ത ഗുഡ് കൺസേൺസ്. എന്താണ് ഹിജാബ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വേണമെന്നുള്ളവർ എനിക്കൊന്ന് പഠിച്ചോളൂ. അതുപോലെ തന്നെ മുസ്ലിം മതം അതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ ഒക്കെ വ്യക്തമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം മതം എത്രമാത്രം തിന്മയാണെന്നുള്ളതും അതുപോലെ തന്നെ എത്രമാത്രം ദോഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും. ഫോർ ബ്രദർ ഇവൻ കാണ്ടർലി പറ്റി. ഹിജാബിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ, എന്നാൽ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ മറയുടെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് ജീസസുമായിട്ട് നമുക്ക് നേരിട്ടൊരു സംസർഗമുണ്ട്. മാത്രമല്ല ദുർമനസാക്ഷിയൊക്കെ നീങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദർ ഈസ് നോ നീഡ് ഫോർ കൺസേൺസ്, evil concerns in the case of that means if a person comes to our one Lord and Savior Jesus Christ. അപ്പോൾ അതിവിടെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ പിന്നെ 746 അതുപോലെ തന്നെ 1745 1917 3353 ഇതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 38 32 41 5 അതൊക്കെ പ്രേക്ഷകർ പിന്നീട് സമയം കിട്ടുമ്പോഴത്തേക്കും യു ഹാവ് ടു റെഫർ ആൻഡ് റീഡ് ദ ബൈബിൾ ആൻഡ് ആൾസോ കമ്പയർ the surrounding things happening, that means the surrounding events and also the related events that is happening in our surroundings. For brethren even Calvary, having therefore brethren boldness to enter into the holies by the blood of Jesus, by a new and living way which he hath consecrated for us through the veil, that is to say his flesh.
മനസ്സിലാകുന്നുണ്ടോ? जो उसने पर्दे अर्थात अपने शरीर में से होकर हमारे लिए അഭിഷേക് കിയാ ഹെ. അപ്പോൾ ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. മാത്രമല്ല പിന്നെ എൻ്റെ തൊട്ട് മുമ്പോട്ടുള്ള കാര്യത്തിൽ പറഞ്ഞ ആൻഡ് ഹാവിങ് ആൻ ഹൈ പ്രീസ്റ്റ് ഓവർ ദി ഹൗസ് ഓഫ് ഗോഡ്. അപ്പോൾ ഇതും പിന്നെ അതുപോലെ തന്നെ ഈ ജിഹാദി മതവും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഫോർ ബദനി ഹാൻ കാൾഡർ ലിബർട്ടി പുള്ളിങ് ഡോണസ്റ്റ് ഓൾസോ ഫോർ ബദനി ഹാൻ കാൾബർട്ടി. മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്കൊരു ക്ലാസ് പോലെയൊക്കെ എടുക്കാം. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം? നൈദർ ഈസ് ദർ സാൽവേഷൻ ഇൻ എനി അതർ ഫോർ ദർ ഈസ് നൺ അതർ നെയിം അണ്ടർ ഹെവൻ ഗിവൻ അമോങ് മെൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്ഡ്. മനസ്സിലല്ലോ? മലയാളത്തിൽ വായിക്കുമ്പോഴത്തേക്കും മറ്റൊരുത്തൻ രക്ഷയിലെന്ന വിളിച്ചതൊപ്പം ആകാശെങ്കിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. അതുപോലെ തന്നെ ഹിന്ദിയിലും ഓർ കിസി ദൂസരെ സെ ദ്വാര ഉത്താർ നഹി ക്യോंकि स्वर्ग के नीचे मनुष्यों में और कोई दूसरा नाम नहीं दिया गया जिसके द्वारा हम उद्धार पास सकें. അപ്പോൾ ഹിന്ദിയിലും അങ്ങനെ പറയുന്നത്. അപ്പം ഈ 3 ഭാഷകളിൽ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്കും കൂടെ ഒന്ന് വരാം. ഇപ്പം ഇന്ന് ഇസ്ലാം വ്യത്യസ്തമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഉടായ്പകളെ കുറിച്ചൊക്കെ അതത് അധ്യായങ്ങൾ 551 മുതൽ 328, 9495 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സമയം കിട്ടുന്നത് പോലെ പ്രേക്ഷകർ അതൊക്കെ പോയി നോക്കുക. 973 ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ജിഹാദ് ഇല്ലെന്ന് പറയുന്ന ഉടായ്പകളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് 66-9. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് വേണ്ട അങ്ങോട്ടങ്ങ് പോകുന്നു. ശരി, മടങ്ങിയോ? ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് കേസിൻ്റെ ഇമാജിനേഷൻസ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പം ഞാനും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഞാൻ പറയും. ബൈ ദ ഗ്രേസ് തിരുമല സ്കൂളിൽ AMHS അതൊക്കെ കഴിഞ്ഞ ശേഷം 1994 കംപ്ലീറ്റഡ് SLC ആൻഡ് ആൾസോ ദെൻ ജോയിൻഡ് ടു VHSC ഡ്യൂറിങ് ഇയർ 1994-96. അതൊക്കെ കഴിഞ്ഞിട്ട് മാർവേനിസ് കോളേജിൽ നമ്മളെ ജഗദീഷും അതുപോലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള പലരും പഠിച്ച കോളേജിൽ ആ കലയിലേക്കിൽ ഒരു 3 വർഷം പഠിക്കാനുള്ള ഭാഗ്യം കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് 1996-99 കാലഘട്ടത്തിൽ പോകാൻ തക്ക ഇടയിട്ടിരുന്നു. പിന്നെ അതിനുശേഷം ലാ കോളേജിൽ ഒരു 99-2002 LLBക്ക് പഠിക്കാൻ തക്കണം ഇടയിട്ടിരുന്നു. പിന്നെ ഒരു സീനിയർ അഡ്വക്കേറ്റിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വെങ്ങാനൂർ ചന്ദ്രശേഖരൻ അദ്ദേഹം സാറൊക്കെ മരിച്ചുപോയി. അപ്പോൾ അതല്ലെങ്കിൽ ഒരു പിന്നെ മനസ്സിലായില്ലേ, അതിൽ തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. അതല്ല വിഷയം. പിന്നെ അതിനുശേഷം പിന്നെ എന്താണ് കുറച്ച് കാലം പ്രാക്ടീസ് ഒരു ഗ്യാപ്പ്, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതിനുശേഷം B.Ed കോഴ്സ്, പിന്നെ അങ്ങനെ നമ്മളിന്ന് പ്രേക്ഷകർ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടം മനസ്സിലായില്ലേ, പിരപ്പങ്കോടിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥാപനം അല്ലേ B.Ed കോളേജ് 2006-2007 അതൊക്കെ എന്ത് ചെയ്തു? 2006-2007 ആ കാലഘട്ടത്തിൽ B.Ed കോഴ്സൊക്കെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്യേണ്ടൊക്കെ ഇടയിൽ തരുന്നു. പിന്നീട് അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2008-2010 കാലഘട്ടം. അപ്പോൾ പ്രേക്ഷകരൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയത്തിലേക്കും കൂടെ വരാം. പക്ഷെ അതിനുമുമ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ആ PGയും കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഒരു 2 വർഷം, മനസ്സിലായില്ലേ, 2 വർഷം 2 മാസമൊക്കെ ഏതാണ്ട് കാത്തിരിക്കേണ്ടി വന്നൊരു തലമുറ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്? M.Edഉം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടീച്ചിങ് മേഖലയിൽ ആ മേഖല, അതായത് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും പല സ്കൂളുകളിലും പല കോളേജിലും പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് കേരളം അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ഇനി ദിലീപിൻ്റെ വിഷയത്തിലേക്കും കൂടെ വരാം. ഫോർ ബദനി ഹാൻ കാൾഡർ ലിബർട്ടി. ഇപ്പോൾ ദിലീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ദിലീപിനോടോ കാവ്യമാധവനോടോ വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. പക്ഷേ ഫോർ ബദനി ഹാൻ കാൾഡർ ലിബർട്ടി, ഞാനൊക്കെ മാർവേനിസ് കോളേജ് പഠിക്കുന്ന സമയം, അതായത് 1998 കാലഘട്ടത്തിലാണ് ദിലീപിൻ്റെ മഞ്ജു വാര്യരുടെ ആദ്യം. ഞാനൊക്കെ ആ സമയത്ത് മാർവേനിസ് കോളേജ് പഠിക്കുന്ന ഒരു കാലഘട്ടം. ദിലീപിൻ്റെ മഞ്ജു വാര്യരുടെയും വിവാഹം എന്തോ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോളേജിലെ പിള്ളേരൊക്കെ പൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്നു. അപ്പം പോട്ടെ, അതൊക്കെ ദാറ്റ് ഈസ് ഗുഡ്, നല്ല കാര്യം. വിവാഹ ആശംസകൾ തീർച്ചയായിട്ടും അത് നമ്മൾ സന്തോഷിക്കുക. അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല പിന്നെ മനുഷ്യൻ അല്ലേ ഒറ്റയ്ക്ക് വാക്കുന്നതിനേക്കാളും ഏകാഗിയായിട്ട് ബൈബിളിലൊക്കെ വായിക്കുന്ന പോലെ അവൻ ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമ്പോൾ നടക്കുന്നു. ഒരു മിനിറ്റ്, താക്കോൽ എന്നിട്ട് വേറെ എന്തോ. അപ്പോൾ ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന പറയും ദാറ്റ് ഈസ് ഗുഡ്. അങ്ങനെ കുറേ കാലം അങ്ങോട്ട് പോയി. അപ്പോൾ ദിലീപിൻ്റെ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പ്രേക്ഷകരെ അറിയുക. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കുറച്ചും കൂടെ പറയാം. സമയം ഏതാണ്ട് ഇതായിപ്പോയി. ഞാൻ കുറച്ച് യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ്. മാത്രമല്ല ഇതിനു മുമ്പായിട്ട് 2 വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇത് 3ാമത്തെ വിഷയമാണ്. ഇനി തുടരെ ഇതുപോലത്തെ വീഡിയോകളുണ്ടാവും. മാത്രമല്ല ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോ ഒക്കെ ചെയ്താലേ ഇനിയൊരു 10-65 വർഷം കൊണ്ട് ഒതുങ്ങി തീരുള്ളൂ. ഇനി ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാണ്.
മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഒരിടത്ത് കയറി ചുമ്മാ ഇങ്ങനെ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിരിക്കാനല്ല. പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കും. അപ്പം അങ്ങനെ പിന്നെ അവരുടെ ജീവിതമൊക്കെ വളരെ നല്ലതായിരുന്നു. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുള്ള ദശാബ്ദത്തിൻ്റെ അതിനു മുമ്പുള്ള ദശാബ്ദം, അതായത് 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്കും LLB ഒക്കെ കഴിയുവാനും പിന്നെ അതുപോലെ തന്നെ BEdനൊക്കെ പോകാനും അതുപോലെ തന്നെ ഫിസിക്സിലൊക്കെ PG എടുക്കാനൊക്കെ സഹായിച്ചു. അതൊക്കെ നല്ല കാര്യം. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോഫിസിക്സിനോട് കൂടുതലൊക്കെ നടക്കാനൊക്കെ ചിന്തിച്ചു. ഈ കാലഘട്ടത്തിൽ ഇതിനിടയ്ക്ക് ദിലീപിനും മഞ്ജു വാര്യർക്കും മീനാക്ഷി എന്ന പേരുള്ള ഒരു മകളൊക്കെ ജനിക്കുന്നു. നല്ല കാര്യം, മോളെ നന്നായിട്ട് പഠിക്കുക, മെഡിസിനൊക്കെ കഴിഞ്ഞു, കൺഗ്രാലേഷൻസ്. എൻ്റെ വിഷയം അതല്ല. പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കരട് പോലെ, അതായത് സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ കടന്നു വന്നതാണ് ആരാണ്? കാവ്യമാധവൻ. എനിക്ക് വാസ്തവം പറഞ്ഞാൽ ദിലീപിനോടോ കാവ്യമാധവനോടോ ഒരു വിരോധമല്ല. ഇയാൾ കവിത എഴുതിയാലും കാവ്യം എഴുതിയാലും മഹാകാവ്യം എഴുതിയാലും ഒക്കെ നല്ല കാര്യമാണ്. ഞാനും ഒരു ഗവൺമെൻറ് അധ്യാപനമല്ലെന്നേ ഉള്ളൂ. ഒത്തിരി ഒത്തിരി സ്കൂളുകളിലും പിന്നെ ചില കലാലയങ്ങളിലൊക്കെ ഒത്തിരി പേര് B.Ed കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും കാവ്യമാണ്. അപ്പോൾ എനിക്ക് കാവ്യ എന്നുള്ള വ്യക്തികളോടൊന്നും അത്ര വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാകുന്നുണ്ടോ, കാവ്യമാധവൻ ആദ്യം ഒരു ബാങ്ക് ഓഫീസറെ വിവാഹം കഴിച്ചു. അപ്പം ആ റിലേഷൻ കാവ്യമാധവൻ കീപ്പ് ചെയ്യണമായിരുന്നു. ബൈബിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു എന്ന് പറയും. ഇതിപ്പോൾ ഏതാണ്ട് പിന്നെ ഒരു മരണം പോലത്തെ ഒരു അനുഭവം ആയില്ല. ഇങ്ങനെ ഒരു നാറ്റ കേസായില്ല. ഇതിനൊന്നും പോണ്ടായിരുന്നല്ലോ. കാവ്യമാധവൻ മര്യാദയ്ക്ക് ബാങ്ക് ഓഫീസറിൻ്റെ കൂടെ ജീവിച്ച് പിന്നെ അദ്ദേഹത്തിന് കണക്കെഴുത്തിലും കാര്യത്തിലും ഒക്കെ സഹായിച്ച് മര്യാദയ്ക്ക് ഒരു കുടുംബജീവിതം നയിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കാലം ഒരു 5 വയസ്സും യങ്ങറാണ്, ഇളയതാണ്. അപ്പോൾ എൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ ശാസ്ത്രം ഏട്ടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, മര്യാദയ്ക്ക്. ഇപ്പം നമുക്കൊരു പെങ്ങളുണ്ടെങ്കിൽ നമ്മളെന്ന് പറയും അളിയൻ്റെ കൂടെ മര്യാദയ്ക്ക് അളിയൻ്റെ കണക്കൊക്കെ നോക്കി, എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ പിന്നെ ജ്യൂസ് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് അളിയൻ്റെ കൂടെ സുഖമായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പിന്നെ നെടുമങ്ങാടോ കാട്ടാക്കടോ എവിടെ വെച്ച് ജീവിക്കാൻ വരുന്നു. ഇപ്പം എനിക്കൊരു പെങ്ങൾ ഡയറക്റ്റായിട്ടില്ലെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും പറയും. ഇപ്പോൾ ഒരു അനിയനാണെങ്കിൽ പറയും എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, എടാ ഈ പിന്നെ നിൻ്റെ ഭാര്യയായിട്ട് സുഖമായിട്ട് നിനക്ക് അവിടെ പാലോട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ജീവിക്കാൻ വരും. നമുക്കാണെങ്കിലും ഒരു അഭിപ്രായം പറയും. ഇപ്പോൾ കാവ്യമാധവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പിന്നെ ആ ഒരു നിശാൽ എന്ന പേരുള്ള ഹസ്ബൻഡുമായിട്ട് ജീവിച്ച് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ജീവിച്ച് പോയിരുന്നെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒരു ഇതായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് തുടരെ എന്ത് ചെയ്യും? ഈ കാവ്യമാധവനെ ഫോൺ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഇനി ദിലീപിൻ്റെ ഭാഗത്തുള്ള തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിൻ്റെ ഭാര്യയല്ല. അപ്പം നമ്മളാണെങ്കിലും മറ്റൊരാളിൻ്റെ ഭാര്യ ആകുമ്പം നമുക്കൊരു മനസ്സിലാകുന്നുണ്ടോ ഒരു ഡിസ്റ്റൻസ്. ഇപ്പോൾ പെങ്ങളെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇടപെടാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ നമ്മളാണെങ്കിലും ഒരു മനസ്സിലാകുന്നുണ്ടോ ഒരാളെ ഫോൺ ചെയ്യുന്ന സമയത്ത് കാലം, നേരം, സ്ഥലകാല ബോധം വേണം. മനസ്സിലായി? ഇപ്പം കാവ്യമാധവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരാണ്? നിശാലിൻ്റെ ഭാര്യയാണ് അല്ലേ? നിശാലാണോ വിശാലാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ആരോ ആയിക്കോട്ടെ, ആ പുള്ളിക്കാരൻ്റെ വൈഫാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫോൺ വിളിക്കേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അത് അതിരി കടന്നുള്ള വിളിയാകുമ്പോഴാണ് പ്രശ്നം വന്നത്. ഇപ്പം കാവ്യമാധവൻ അങ്ങനെ ഒരു ഫോൺ ചെയ്തു എന്നുള്ളത് മാധ്യമത്തിൽ കൂടെ അറിയാൻ പറഞ്ഞു. പക്ഷേ അത് പിന്നെ ദിലീപ് അങ്ങനെ വിളിക്കാൻ കഴിഞ്ഞ മറ്റ് ന്യൂസിൽ കൂടെ ഒക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞു. എന്താണ് ദിലീപ് അപ്പം അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. മനസ്സിലായില്ല? ആ കുടുംബജീവിതത്തെ തകർക്കണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ദിലീപിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യമാധവനെ വിളിക്കാം. ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ചേച്ചിമാരെയോ അല്ലെങ്കിൽ ചേട്ടന്മാരെയൊക്കെ വിളിക്കും. പക്ഷേ നമ്മളൊക്കെ സാധാരണ ഒരു 10:30 മണി കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ആരെയും വിളിക്കാറില്ല. അതുപോലെ തന്നെ സൂര്യൻ്റെ ഉദയം മനസ്സിലായില്ലേ? ഓരോ സമയത്ത് ഓരോ ടൈമിലാണ് ഉദിക്കുന്നത്. ഇപ്പോൾ നവംബർ മാസത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരല്പം താമസിക്കും. മെയ് മാസത്തിലൊക്കെ ആകുമ്പം ബാലേന്ദ്രൻ പറയുമ്പോൾ അമ്മേ എന്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ എന്ത് ചെയ്യും? ഉദിക്കും. അപ്പം എങ്കിലും നമ്മളൊരു 6-6:15 ആകുമ്പോഴും മനുഷ്യനൊക്കെ ഓർക്കാം ആരുടെ ഇത് എന്നൊക്കെ ചോദിക്കാം. ആ പിച്ചോടെ വിളിക്കാറുള്ളൂ. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എതിക്സ് ഇപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു എതിക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ജനറലായിട്ടൊരു എതിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ദിലീപ് ആവശ്യമില്ലാതെ കാവ്യയെ കയറി ഒരു പിന്നെ വിധിക്കുന്നതല്ല, ഒരു അതിർത്തി വിട്ടുള്ള ഫോൺ കാൾ വേണ്ടായിരുന്നു എന്ന് എനിക്ക് ദിലീപിനോട് പറയാം. മനസ്സിലായി? പിന്നെ കാവ്യമാധവനോട് പറയണമെന്ന് വെച്ചാൽ സുഖമായിട്ട് ആ ബാങ്ക് ഓഫീസറുടെ കൂടെ അടിപൊളിയായിട്ട് ഒരു കുടുംബജീവിതം നയിച്ച് അങ്ങേക്ക് കണക്കെഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു ജീവിതം നയിച്ചങ്ങ് പോകാമായിരുന്നു. ആ കുടുംബവും സന്തോഷിക്കുമായിരുന്നു. ഇത് കാവ്യമാധവനും വിവാഹിതയാണ്. അതുപോലെ ദിലീപും നല്ലൊരു വൈഫിനെയല്ലേ കിട്ടിയിരുന്നത്. മഞ്ജു വാര്യരുടെ എന്താണ് ഒരു കുറവ്? നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിച്ച് മീനാക്ഷിയായിട്ട് നമ്മൾ സാധാരണ പാടും പോലെ ഊട്ടിപ്പട്ടന ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലേ തിരുമലോട്ടെങ്കിലും
നമുക്ക് ഒന്നിച്ചൊക്കെ ഇത്തിരി സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ഞാനും കുറച്ച് വിമർശനം അപ്പോഴും ഞാനും പറഞ്ഞു തരുന്നു. അങ്ങനെ എന്തെല്ലാം സന്തോഷങ്ങൾ. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി ഏതെങ്കിലും പിന്നെ ഇത്തിരി മനസ്സിലായില്ലേ, ആ ഒരു അങ്ങനത്തെ ഒരു സന്തോഷം. ചിലർക്ക് മെഡിക്കൽ സ്റ്റോർ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നു, ചിലർക്ക് പിന്നെ എന്ത് ചെയ്യുന്നു ഇത്തിരി പിന്നെ നെത്തോലി മീൻ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നു, ചിലർക്ക് കൊഴിയാള മീൻ കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്, ചിലർക്ക് കപ്പലണ്ടി അത് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും ആ ലൈറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഒന്നാവും വേണ്ട അങ്ങോട്ട്. നമ്മൾ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കാതെ കുറച്ചൊക്കെ ഒന്ന് ചിരിക്കും. കണ്ട, ചിലർക്ക് 55 എന്നുള്ള നമ്പറുള്ള ബനീനെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. അവർ ആ കുഴിയിലൊക്കെ വീഴുമ്പോൾ കാഞ്ചിരിക്കും. സന്തോഷിക്കേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. അങ്ങനെ എന്തെല്ലാം സന്തോഷം. എൻ്റെ പൊന്ന് ദിലീപേ, പിന്നെ ഇതിനാണ് സന്തോഷത്തിനാണ് അവിടെ പഞ്ഞ്. പിന്നെ പിന്നെ മഞ്ജു വാര്യരൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇതുപോലെ ബഡ്ജറ്റ് ടൂറിസ്റ്റോ ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റോ നമുക്ക് ഇവിടെ ചേരുന്നില്ല. KSRTC തന്നെ എന്തെല്ലാം പാക്കേജുകളുണ്ട്. അങ്ങനെയൊക്കെ പോയി അടിപൊളിയായിട്ട് ജീവിക്കാറ്. അപ്പോൾ അവിടെ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതാണ്. ഇത് ഞാൻ യൂട്യൂബിൽ പിന്നെ അപ്ലോഡ് ചെയ്തോളാം. ഇപ്പോൾ ഫേസ്ബുക്കിൽ തൽക്കാലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇപ്പോഴത്തെ പ്രസൻറ്റ് 2025 ഞാൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു മലയിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു രോഗം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തെ ഒഴിവാക്കുന്നില്ല നല്ലത്. ദിലീപിനും കാവ്യമാധവനും രോഗം വന്നു. പക്ഷേ ആ രോഗം എങ്ങനെയാണ്, ആ രോഗം എങ്ങനെ ഉണ്ടായി, അതെന്താണ് അതിൻ്റെ ക്ലാസ്, അതിനെയാണ് മാറ്റം. അല്ലാതെ കോടതിയിലെ ജഡ്ജി മറ്റേ കാറിപ്പോയി, മറ്റേ ജഡ്ജി മറ്റേ വന്നപ്പോൾ പുള്ളി എഴുന്നേറ്റൊന്നും അതൊന്നുമല്ല എൻ്റെ വിഷയം. ജഡ്ജി വരുമ്പോൾ എഴുന്നേൽക്കുകയോ പിന്നെ ജഡ്ജി പുള്ളീനെ കാണുമ്പം അതാണ് എൻ്റെ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് പിന്നെ നല്ലൊരു ഭാര്യ, ഒരു ഐശ്വര്യമുള്ളൊരു ഭാര്യ മഞ്ജു വാര്യർ, മനസ്സിലായില്ലേ. ഒന്നാമത് നിങ്ങളുടെ വിവാഹം തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ ഒളിച്ചോടി. ഷാജി കൈലാസൊക്കെ, ഞാനൊക്കെ അന്ന് മറുവനുസരിരുന്നപ്പോൾ ആ വാരിക അവരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സുരേഷ് എന്തുകൊണ്ട് വിശേഷം, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപിയൊക്കെ സപ്പോർട്ട് ചെയ്ത് വലിയ പുകയിലൊക്കെ പിടിച്ച് പിന്നെ അപ്പനും അമ്മയും 2 കൂട്ടരെയൊക്കെ പിന്നെ സഹകരിച്ചൊക്കെ വന്നപ്പോൾ കുറച്ച് സമയമെടുത്തു. പിന്നെ മഞ്ജു വാര്യരുടെ പിന്നെ അപ്പനാണോ ആർക്കാണെന്ന് അറിയത്തില്ല, നാഗർകോവിൽ സ്വദേശിയാണ്. ക്യാൻസർ എങ്ങാണ്ടുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ സുഖപ്പെട്ടൊന്നും ഞാൻ വേറൊരു പിന്നെ നമ്മളെപ്പോഴും ന്യൂസും ആനുകാലിക സംഭവങ്ങളും പരന്ന വായന, പരന്ന വീഡിയോസൊക്കെ കാണണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ സുഖപ്പെട്ടു എന്നറിഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്ന് മഞ്ജു, പിന്നെ എനിക്ക് താങ്കളോട് കുറച്ചൊരു ദുഃഖമുണ്ട്. താങ്കൾ തെറ്റിയതെന്നല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്കെന്ത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെ കാവ്യമാധവൻ്റെയും വീഴ്ചയുടെ പതനത്തിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. അപ്പോൾ ആ വിശാൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി അനാഥമായത്, ആ വ്യക്തി ഭാര്യയില്ലാതെ, മനസ്സിലായില്ലേ, ആ വ്യക്തിയുടെ ഡിപ്രഷൻ ആര് സഹിക്കും, ആ വ്യക്തിയുടെ ഡിപ്രഷൻ ആര് ചികിത്സിക്കും, ഏത് സുശീൽ ഡോക്ടർ ചികിത്സിക്കും. അപ്പോൾ നിശാലിൻ്റെ ഹൃദയത്തിലെ വേദന ആര് ഒപ്പിയെടുക്കും, നല്ലൊരു ബാങ്ക് ഓഫീസറായിരുന്നു അല്ലേ. അപ്പോൾ അയാളെ വഞ്ചിക്കണമായിരുന്നു. അയാളില്ലാത്ത സമയത്ത് ദിലീപ് പിന്നെ കാവ്യമാധവനെ ഫോൺ ചെയ്യുന്നു. ഇവിടെ ഫോൺ ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും നിങ്ങൾ എന്നെ വിളി, എനിക്കാണെങ്കിലും ഇത്തിരി എന്തെങ്കിലും ഇക്വേഷൻ, അല്ലെങ്കിൽ ഇവിടെ എത്രയോ വരും വേണമെങ്കിൽ ഞാൻ കുറേ നമ്പർ തരാം, അവരാരെങ്കിലും വിളി, മനസ്സിലായില്ലേ. കാവ്യമാധവനെ തന്നെ വിളിക്കണമെന്നുണ്ട്, ആരെങ്കിലും വിളിച്ചാൽ പോരെ. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ച BEdലുള്ള ഒരുപാട് ഗിരീഷ് ബാബു, ആറ്റിങ്ങൽ പ്രവീൺ, അങ്ങനെ എത്ര പേരുണ്ട്. വേറെ ആരെയും വിളിക്കാതെ എന്നെ വിളി, മനസ്സിലായില്ലേ. എനിക്കാണെങ്കിൽ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത്തിരി സംസാരിക്കണം, ഇത്തിരി പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കും. അപ്പം അതുകൊണ്ട് പിന്നെ എന്താ പറയണ്ടേ, അപ്പം അത് വിട്, വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം അങ്ങനെ ദിലീപ് കുറച്ചും കൂടെ ഒരു മനസ്സിലായില്ലേ. അതുപോലെ കാവ്യമാധവനും പിന്നെ എന്താ പറയണ്ടേ, പിന്നെ എനിക്ക് കാവ്യയോടോ ദിലീപിനോടോ അങ്ങനെ വേറെ വിരോധമൊന്നുമില്ല. പിന്നെ കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രായത്തെ സംബന്ധിച്ച് കാവ്യ എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് 58 വയസ്സ് ഉണ്ടാവും, എനിക്ക് ഏതാണ്ട് 47 വയസ്സ്. ഇപ്പം ഇന്ന് 14 അല്ലേ, 14, 2, 16. മറ്റൊന്ന് എൻ്റെ ബർത്ത്ഡേ, അതായത് 47 വയസ്സ് തികയുന്നതേ ഉള്ളൂ. അപ്പം 47, 10, 57, 1, ഇപ്പോൾ 10, 1, 11 വർഷമാണ് ദിലീപും ഞാനും തമ്മിൽ ഗ്യാപ്പ്. അപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു അണ്ണനായിട്ട് വരും. എന്നാൽ കാവ്യമാധവൻ എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാവ്യമാധവനോട് പറയാനുള്ള വെച്ചാൽ മര്യാദയ്ക്ക് ആ ബാങ്ക് ഓഫീസറുടെ കൂടെ ജീവിച്ച് സുഖമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിച്ച്, നല്ലൊരു അടിപൊളി ജീവിതം നയിച്ച് പിന്നെ അങ്ങനെ പോകായിരുന്നു. ദിലീപിനാണെങ്കിൽ മഞ്ജു വാര്യരുടെ നല്ല ഭാര്യയായിരുന്നു, ഇപ്പോഴും ഭാര്യ അല്ലെന്നല്ല പറയുന്നത്, നല്ലൊരു സ്ത്രീ അല്ലേ, നല്ലൊരു കുടുംബജീവിതമാണ് കിട്ടിയത്. ഒന്നാമത് നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ വിവാഹമൊക്കെ വീട്ടുകാരൊന്നും അറിയാതെ ആ ഒരു രീതി. ഞാനൊക്കെ മാർവാനി സ്കൂളിൽ പഠിക്കുന്ന സമയം 98 ഡിഗ്രി ഒരു ഫൈനൽ ഇയർ, ആ ഒരു കാലഘട്ടം, അപ്പോഴൊക്കെയാണ് നിങ്ങളുടെ വിവാഹം നടന്നത്. നമ്മളെ കോളേജ് ക്യാമ്പസിൻ്റെ ഇടയിൽ തന്നെ ചർച്ചയായിരുന്നു. അപ്പോൾ ആ ജീവിതം ദിലീപിന് നയിക്കാൻ വരുന്നത് അത് ഈ 2 പേർക്കും വന്ന വീഴ്ചയുടെ ആ ഭാഗം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 2012 തൊട്ടാണ് ഈ ഒരു വീഴ്ച ഇരു ഭാഗത്തും ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ദിലീപ് എന്തിനാണ് ആവശ്യമില്ലാതെ ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയെ ചുമ്മാ ആ സമയത്തൊക്കെ കയറി ഒരു അതിർത്തി വിട്ട് വിളിക്കണ്ടായിരുന്നു. നമ്മൾ പെങ്ങളെന്നുള്ള അർത്ഥത്തിൽ വിളിക്കുക, ലാലോലസ് പറയും, പേഴ്സണലായിട്ട് പറയുക, പെങ്ങളെന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം എന്ന് പറയും പോലെ
എപ്പോഴാണ് അങ്ങ് പെങ്ങളെന്നുള്ള അർത്ഥത്തിൽ വിളിക്കാറുണ്ട്. ഇനി സുരേഷ് ഗോയുടെ പക്ഷെ പറഞ്ഞു ഒരു പെങ്ങളെന്നുള്ള അർത്ഥത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ആരെയും വിളിക്കാം, ഒരു ആംഗ്ല എന്നുള്ള അർത്ഥത്തിൽ ആരെയും എപ്പോഴും വിളിക്കാം. നോ, എനിക്ക് എക്സ്പ്ലനേഷൻ ഇപ്പോൾ കേൾക്കണ്ട. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വിളിക്കാമായിരുന്നു. അപ്പം അത് പിന്നെ ആദ്യത്തെ ഒരു പതനം. ഇനി പിന്നെ പ്രസന്റ് ടെൻസിലേക്ക് 2025 ഞാൻ വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി മറ്റൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മളാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തോട്ടത്തിലെ സോമനങ്ങളും അതുപോലെ സുനിത ആൻറ്റി പണ്ട് തൊട്ടേ നമുക്കറിയാം അവർ ഭാര്യയും ഭർത്താവാണെന്ന് അല്ലേ. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു അവിചാരിതമായിട്ട് ഭാര്യയും ഭർത്താവും അല്ലാത്ത മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളാണെങ്കിലും എന്ത് ചെയ്യും? ഈ അതിജീവിത തെറ്റൊന്നും ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് പുള്ളി മാലാഖയെന്നല്ല പറഞ്ഞു. ഈ വിഷയത്തിൽ പിന്നെ ഞാൻ അതിജീവിതയുടെ കൂടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണെങ്കിലും ഇപ്പോൾ ഞാൻ പറയും സോമനങ്ങളെ മറ്റേ നമ്മൾ ആദ്യം ഇങ്ങനെ ചോദിക്കും, അങ്കിൾ ഇന്നലെ എവിടെ പോയിരുന്നു? മോനെ ഞാൻ അത് ബാലരാമപുരത്ത് വരുന്നു. ആൻറ്റി കരമന പോയിരുന്നു. അപ്പം ഞാൻ പറയും അപ്പം പിന്നീട് ആൻറ്റി ആൻറ്റി കരമനയായിരുന്നോ? കരമനയായിരുന്നടാ. സോമനങ്ങൾ അയ്യോ തെങ്കാശി പോയി. ഞാൻ പറഞ്ഞേ തെങ്കാശി അല്ലല്ലോ, സോമനങ്ങളുടെ ബാലരാമപുരത്ത് ഞാൻ കണ്ടല്ലോ. അല്ല ആൻറ്റി, ചിലപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മുണ്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ തോർത്ത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി കരിപ്പൊട്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ പിന്നെ 5 സ്റ്റാർ ചോക്ലേറ്റ് വാങ്ങിക്കാനോ എല്ലാം പോയിരിക്കും. അങ്ങനെ പറയും. പക്ഷെ നമ്മൾ തൽക്കാലം അവിടെ പറയത്തില്ല. കാരണം അപ്പോഴേ നമുക്ക് മനസ്സിലായി പിന്നെ ആൻറ്റി അറിഞ്ഞില്ല, മനസ്സിലായി. അതുപോലെ നമ്മളൊരു ബ്രദറിനോട് പറയുമ്പോൾ പിന്നെ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് നമുക്ക് ആ കുടുംബം തകരാത്ത രീതിയിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ പറയുള്ളൂ, മനസ്സിലായി. എനിഹൗ അപ്പം അങ്ങനെ പിന്നെ എന്ന് മാത്രമല്ല, ഇനി മറ്റൊരു ഞാനും ഒരു പിന്നെ എന്താണ് 2002 ഇപ്പോൾ LLB കഴിഞ്ഞതുകൊണ്ട് ഞാനും ആ ഒരു ലാ പോയിന്റ്സ് വെച്ച് പറയുകയാണെങ്കിലും ഒരു നമുക്ക് സമൂഹത്തിലുള്ളൊരു കാര്യം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ അതിജീവിതം മറ്റൊന്നും ചെയ്തില്ലല്ലോ. പുള്ളി പറഞ്ഞെന്തോ മറ്റേ പുള്ളിയെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു. കാരണം മഞ്ജു വാര്യരും ഈ അതിജീവിതയും ഒന്നിച്ച് പഠിച്ചതോ അങ്ങനെ ഫ്രണ്ട്സോ അങ്ങനെ കൂട്ടരൊക്കെ ആയിരുന്നു, മനസ്സിലായില്ലേ? അത്രയല്ലേ ചെയ്തോളൂ. അപ്പോൾ അതൊരു തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതെന്തിനാണ്? കറക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ ദിലീപ് എന്ത് ചെയ്യണമായിരുന്നു? അയ്യോടാ മഞ്ജു വാര്യരുടെ തെറ്റ് പറ്റിപ്പോടാ, ഞാൻ പിന്നെ സോറി ഏട്ടാ. അത് ഇരുചവി അറിയാതെ അങ്ങ് മനസ്സിലായില്ലേ? ആ ഒരു ഇതിലങ്ങ് കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോഴേ ആ വിഷയം കഴിഞ്ഞായിരുന്നു. ഇത് മനസ്സിനകത്ത് പക വെച്ച് ഇനി മറ്റൊരാളുടെ മേലെ ആക്രമണം നടത്താനോ ഞാനും ഒരു ഡിബേറ്ററാണ്. നമുക്ക് ആശയങ്ങൾ എതിർക്കാം, ആശയം കൊണ്ട് എതിർക്കണം. അല്ലാതെ മറ്റൊരാളുടെ ദേഹത്ത് കൈവയ്ക്കാനോ വേറെ ആളിൻ്റെ ഒരു വസ്തുവകളെ നശിപ്പിക്കാനോ ഒരാളിൻ്റെ പിന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടി മനസ്സിലാകുന്നുണ്ടോ, അതൊന്നും നശിപ്പിക്കാനുള്ള അധികാരം ആർക്കും ഒരിടത്തുമില്ല. നമുക്ക് ആശയങ്ങളെ ഖണ്ഡിക്കാം. ഇപ്പം ഞാനും പിണറായി വിജയനെയൊക്കെ ഖണ്ഡിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരാൾ അപ്പം ഞാൻ പറയുമ്പോൾ റോഡിൽ വെച്ച് പുള്ളി പിന്നെ അങ്ങനെ വരാതിരിക്കട്ടെ ഒരു വീഴ്ച സംഭവിച്ചു. ഞാൻ പറയാം എൻ്റെ പൊന്നെങ്കിലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സൃഷ്ടിക്കാവും. സംഗതി അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ആശയത്തെയാണ് എതിർക്കുന്നത്, തെറ്റായ ആശയങ്ങൾ. പക്ഷേ വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ നമുക്കെന്തുണ്ട്? സ്നേഹമുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എതിർക്കുന്നത് തെറ്റായ ആശയങ്ങളാണ്, വ്യക്തിയോടല്ല. അപ്പം അങ്ങനെ മനസ്സിലായില്ലേ? പിന്നെ ദിലീപിനോ അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടി പോയിരുന്നു, ഒരു വ്യക്തിയോടുള്ള പക എന്നുള്ള അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പം ഇങ്ങനെ ഒരു പല വീഡിയോസും പല ഇതും വരുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, ചത്തത് കീജങ്ങനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു സെല്ലുണ്ട്, മനസ്സിലാകുന്നുണ്ട്. സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോഴും മാധ്യമ വിചാരണയല്ല. പക്ഷേ ഇപ്പം ഇനി 2025 ഒന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരാളൊരു കല്ലെറിഞ്ഞു, എന്ന് പറയുന്ന ഒരാളൊരു കല്ലെറിഞ്ഞു, ആ കല്ല് സിയിലേക്ക് കൊണ്ടുപോകും അല്ലേ? ആ കല്ലിന് ശിക്ഷ കിട്ടും. പക്ഷേ ആരാണ് എറിഞ്ഞത്? ആണ്. ആ ആരാണെന്ന് പിന്നെ അവരാണ് ഇവരാണെന്നൊക്കെ പലതും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്ന് ആരാണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ സാഹചര്യ തെളിവ് വെച്ച് ആണ് ചെയ്തതെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ വെറുതെ വിട്ടോ. പക്ഷേ ആ വെള്ള പൂശുണ്ട്. ഇത് കല്ലിന് ശിക്ഷ കിട്ടി, പക്ഷേ എന്ത് കിട്ടിയില്ല? അയാൾ ശിക്ഷ കിട്ടണമെന്നോ അയാൾ നശിക്കണമെന്നോ അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ആ ഒരു ടെൻഡൻസി, ആ ഒരു ക്രിമിനൽ ടെൻഡൻസി എന്ന് പറയുന്നത് തെറ്റാണ്. അന്യൻ്റെ ഭാര്യ അന്യൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യോജിക്കാവില്ല, മനസ്സിലായില്ലേ? ഏക ഭാര്യ ഏക ഭർത്താവ്, ദാറ്റ് ഈസ് ഗുഡ്. നമ്മൾ അങ്ങനെയുള്ളവരെ സപ്പോർട്ടും ചെയ്യും, മാക്സിമം അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഏക ഭാര്യ അല്ലാതെ പോളിഗമിയെ അന്യ ഭർത്താവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം അതുകൊണ്ട് അവിടെയാണ് ദിലീപിൻ്റെ ഒരു പതനം എന്ന് പറയുന്നത്. ദിലീപിൻ്റെ പതനം എന്ന് പറയുന്നത് അവിടം തൊട്ടാണ്. അതുപോലെ തന്നെ കാവ്യമാധവൻ്റെ പതനം എന്ന് പറയുന്നത് അവിടം തൊട്ടാണ്. നമ്മളൊക്കെ കാവ്യമാധവൻ്റെ വീഡിയോ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ പറയും എൻ്റെ പൊന്ന് കാവ്യ ആദ്യം ആ ദിലീപിനെ കൊണ്ടുവന്ന് മഞ്ജു വാര്യർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങുവാ, ആ സമയം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. കാരണം പിന്നെ മഞ്ജു വാര്യരുടെ ഹസ്ബൻഡാണ് ആര്? ദിലീപ് അല്ലേ? മഞ്ജു വാര്യരുടെ ഹസ്ബൻഡ് ആരാണ്? ദിലീപാണ്. കാവ്യമാധവൻ്റെ ഹസ്ബൻഡ് ആരാണ്? നിശാലാണ്. പറ്റുമെങ്കിൽ പോയി കൺഫസ് ചെയ്ത് ചേട്ടാ എനിക്കൊരു ഇത് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട്
നിശാലിനോട് കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ നിശാൽ ചിലപ്പോൾ സ്വീകരിക്കുമായിരിക്കും. അതുപോലെ പിന്നെ ദിലീപിനെ കൊണ്ടുവന്ന് മഞ്ജു വാര്യർക്ക് സബ്മിറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ഒറിജിനൽ ഹസ്ബൻഡിനെയും വൈഫിനെയും യോജിപ്പിക്കാൻ നോക്കുക. ഇനിയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സമയമുണ്ട്. മനസ്സിലായില്ലേ? ഇനി മേലിൽ ഇങ്ങനെ ആരെയും ഉപദ്രവിക്കാതെ നോക്കുക. നമുക്ക് ആശയം കൊണ്ട് കണ്ണിക്കാം. പക്ഷെ അന്യൻ്റെ മേൽ കൈവയ്ക്കാനോ അവരുടെ പ്രോപ്പർട്ടി നശിപ്പിക്കാനോ കടയെ അടിച്ച് പൊളിക്കാനോ തട്ടുകടയെ പൊളിക്കാനോ അവരെ കാറിനെ തീ വയ്ക്കാനോ ഒന്നും അവകാശമില്ല. നമുക്ക് ആശയപരമായിട്ട് ഒരാളിൻ്റെ ആശയങ്ങളെ, മനസ്സിലായില്ലേ, ഒരാളിൻ്റെ ആശയം എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു? പുസ്തകങ്ങളുടെയും തെളിവുകളുടെയും അതുപോലെ തന്നെ പിന്നെ പല കൊട്ടേഷൻസ് ഒക്കെ എടുത്ത്, കൊട്ടേഷൻ മീൻസ് ആശയപരമായിട്ടുള്ള കൊട്ടേഷൻ, ഇന്ന ബുക്കിൽ ഇത്രാമത്തെ പേജ് ഇത്രാമത്തെ വോളിയം നമ്പർ, അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള വിമർശനം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് പിണറായി വിജയനൊക്കെ എന്തുമാത്രം വിമർശിക്കാറുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് ആ വ്യക്തിയെ നമ്മൾ തിരുമല ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ആരത്, എവിടെ പോണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ചായ കുടിക്കുന്നു. അത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹമാണ്. അത് വിമർശനത്തെ ഇതിനെയും കൂടെ, മനസ്സിലായില്ലേ, പിന്നെ കൂട്ടിക്കൊഴിക്കണ്ട. അത് വേറെ, വ്യക്തിപരമായിട്ടുള്ള സ്നേഹം വേണം. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൈം കൂടുതലായിട്ട് വർദ്ധിക്കാനിടയിൽ തരുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് എന്ത് ചെയ്യുന്നു? പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുക്കിട്ട് എന്ത് ചെയ്യുന്നു? മരണത്തെ പെടുന്നു. അപ്പോൾ പാപത്തെയും മരണത്തെയും പിന്നെ എന്താണ് നീക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ വൺ ലോർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കടന്നു വന്നത്. അതായത് പാപങ്ങൾ നീക്കുവാൻ അദ്ദേഹം പ്രത്യക്ഷനായി. ഇൻ ഹിം ദെർ ഈസ് നോ സിൻ. നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ പിശാചിൻ്റെ പ്രവൃത്തികളെ ഡിസ്ട്രോയ് ചെയ്യുന്ന തന്നെ ലോർഡ് ഓഫ് ദി സണ്ണോട് പ്രത്യക്ഷനായി. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ ലൈവിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാവ്യമാധവനോടോ അല്ലെങ്കിൽ ദിലീപിനോടോ ഒരു വിരോധമില്ല. കാവ്യമാധവൻ ആക്ച്വലി എന്നെക്കാളും ഒരു 5 വയസ്സ് എളുപ്പമാണ്. മനസ്സിലായില്ലേ? ഞാൻ 78-ലും കാവ്യമാധവൻ 84-ലാണ്. ഈ ദിലീപിനെ കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ ദിലീപ് എന്നെക്കാളും 11 വയസ്സ് എത്രയാണ് മൂത്തതാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് പിന്നെ കാവ്യമാധവൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിലീപിനെ മര്യാദയ്ക്ക് ഒറിജിനൽ ഭാര്യയായ മഞ്ജു വാര്യർ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. ചേച്ചി ഒരു അബദ്ധം പറ്റിപ്പോയി, പിന്നെ നിങ്ങളുടെ ഭർത്താവിനെയാണ്, അപ്പം ഞാൻ എൻ്റെ ഒറിജിനൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയി എന്ത് ചെയ്യുക, നിശാലിൻ്റെ അടുത്ത് പോയി കൺഫസ് ചെയ്യുക. അപ്പം നിശാലിന് ഒരു മനസ്സിലുണ്ടാവും. പിന്നെ ദിലീപ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണെങ്കിലും വൈകിട്ടില്ല, പിന്നെ മനസ്സിലാവുന്നുണ്ടോ, ഒറിജിനൽ ഭാര്യ മഞ്ജു വാര്യറാണ്, അവരുടെ അടുത്തേക്ക് പോവുക. ആ സ്ത്രീയെ വെറുതെ ആവശ്യമില്ലാതെ കണ്ണീര് കുടിപ്പിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? സ്ത്രീകളെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ എന്താണ് ഒരു ഐശ്വര്യമാണ്. മനസ്സിലാവുന്നു? ഒരു വീട്ടിനകത്ത് ഒരു അമ്മ, പിന്നെ അതുപോലെ തന്നെ ഏക ഭാര്യ, അതുപോലെ തന്നെ ഒരു പെങ്ങള്, ഒരു പെൺകുട്ടി, അങ്ങനെയുള്ളതൊക്കെ തീർച്ചയായിട്ടും എന്താണ് ഒരു ഐശ്വര്യമാണ്. ആൺകുട്ടികളും ഐശ്വര്യമാണ്. അപ്പോൾ വീട്ടിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും പിന്നെ സ്ത്രീകളും പുരുഷനും, ഏക ഭാര്യ ഏക ഭർത്താവ്, അങ്ങനെയുള്ള റിലേഷൻ എപ്പോഴും ഐശ്വര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നേരെ മറിച്ച് ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം, ഒരുപാട് ഭർത്താക്കന്മാർ, ഒരുപാട് ഭാര്യമാർ, ആ റിലേഷനെയൊന്നും സമൂഹം അംഗീകരിക്കത്തില്ല. അപ്പം നമ്മൾ ബൈബിൾപരമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻ അംഗീകരിക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ എനിക്ക് പിന്നെ ഈ വ്യക്തികളോട് പറയാനുള്ളത്, കാവ്യമാധവനോടും ദിലീപിനോടും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണെങ്കിലും സമയം വൈകിട്ടില്ല. ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു, ഇഫ് യു ബിലീവ് എന്താണ് വിത്ത് യുവർ ഹാർട്ട് ദാറ്റ് if you confess with your mouth that Jesus Christ is Lord, and if you believe with your heart that God has raised him from the dead, then you will be saved എന്നാണ് വായിക്കുന്നത്. മാത്രമല്ല, if a person believes and is baptized in the name of our Lord Jesus Christ, then he will be saved എന്നാണ് വായിക്കുന്നത്. If a person believeth not, he shall be condemned എന്നാണ് വായിക്കുന്നത്. ആ അർത്ഥത്തിലാണ് വായിക്കുന്നത്. മീൻസ് ആ അർത്ഥത്തിൽ നമുക്കെടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? അതായത് എന്താണ്, if a person believeth in our one Lord Jesus Christ, എന്താണ്, then he will be saved, both he and his household. അതായത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, believe on Lord Jesus Christ, then you and your family saved എന്ന് വായിക്കുന്നു. There is salvation in none. There is no name given among men under heaven whereby we must be saved എന്നാണ് വായിക്കുന്നത്. മാത്രമല്ല, if a person believeth in Lord Jesus Christ, then he will be saved. If a person believeth and is baptized, then he will be saved എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലുള്ള മറ്റ് വാക്യങ്ങളോട്ടൊക്കെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, if a person believeth and is baptized in the name of our one Lord Jesus Christ, then he or she will be saved. If a person believeth not, he is condemned എന്നാണ് വായിക്കുന്നത്. For brethren you have called liberty.
For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but everlasting life. തൻ്റെ ഏകജാതനെ സണ്ണിൽ വിശ്വസിക്കുന്നവനും നശ്വത എത്തിക്കുകയും പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുകൊണ്ടൊക്കെ ലോകത്തെ സ്നേഹിച്ചു. അപ്പം ഐ ആം നോട്ട് അഗേൻസ്റ്റ് ദിലീപ് ഓർ കാവ്യ മാധവൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ദ ഒറിജിനൽ ഹസ്ബൻഡ് ഓഫ് Manju Warrier is actually Dilip. The original wife of Dilip is actually Manju Warrier. And also the original husband of Kavya Madhavan is Nishal. And the original wife of Nishal is who? Kavya Madhavan. So, restore these wives and husbands. So, these couples want to restore their original spouse. അതായത് കാവ്യമാധവന് ആരെ കിട്ടണം? നിശാലിനെയും കിട്ടണം, മഞ്ജു വാര്യർക്ക് ദിലീപിനെയും കിട്ടണം. അതാണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ട്? ആൻഡ് ആൾസോ മോഹൻ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. മാത്രമല്ല ദിലീപ് അങ്ങനത്തെ ഫോൺ കോൾ ചെയ്തതാണ് ഈ പ്രശ്നമായത്. അതുപോലെ തന്നെ കാവ്യമാധവൻ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ദിലീപിൻ്റെ കൂടെ വന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത്. അപ്പം നമ്മൾ നദി ഉത്ഭവിക്കുന്ന പർവ്വതത്തിൽ നിന്നാണ് അല്ലേ? ആ പർവ്വതത്തിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നദി ഉത്ഭവിക്കുന്നത് അല്ലേ? അപ്പം ഏത് കാര്യം ഒരു രോഗമാണെങ്കിലും അത് എന്തുകൊണ്ടാണ് എന്താണ് കടന്നു വന്നത്, അതിൻ്റെ ഉത്ഭവം എവിടെയാണ്? അതുപോലെ തന്നെ ഒരാളുടെ ആരോഗ്യം, അതിൻ്റെ ഉറവിടം എന്താണ്, ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ്, അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ലതാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നല്ലതാണ്. ഇപ്പം ചെലവഴിക്കത്തില്ലേ താങ്കളുടെ ആരോഗ്യത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു വ്യക്തിയുടെ പതനത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർമോഹമാണ്. മനസ്സിലായി? തെറ്റായ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യൻ്റെ ഭർത്താവിനെയും അന്യൻ്റെ ഭാര്യയെ നമ്മൾ എന്ത് ചെയ്യരുത്, മോഹിക്കരുത് എന്നുള്ളതാണ് ഗുണപാഠം. അവിടെയാണ് ഇതിൻ്റെ തുടക്കം. ഫോൺ കാളും കൊട്ടേഷനും അടിയും ഇടിയും പിടിയും പകയും ഒക്കെ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ദുർമോഹത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗം, അടുത്ത വീഡിയോയുടെ ഭാഗം, അതായത് ഈ വീഡിയോയുടെ അടുത്ത ഭാഗം വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, പതിയെ പതിയെ അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ യൂട്യൂബിൽ ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രമേ ഇടുന്നുള്ളൂ. അധികം താമസിയാതെ യൂട്യൂബിലോട്ടും വരും. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം ഞാൻ നിൽക്കുന്നത് എന്താണ് നിങ്ങൾക്കെല്ലാം അറിയാം, മനസ്സിലായില്ലേ? തിരുമല ജംഗ്ഷനിലാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റോടുകൂടി നമുക്ക് മനസ്സിലായില്ലേ? അപ്പം ഞാനും മൈൻഡപ്പ് ചെയ്യുന്നു, നമ്മുടെ സമീപത്തുള്ള ചില കടകളും എന്ത് ചെയ്യുന്നു, മൈൻഡപ്പ് ചെയ്യുന്നു. കണ്ടോ? അതാണ് ആ ഒരു മനസ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ സ്നേഹം എന്ന് പറയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാനും മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു, ചില ആളുകൾ ആ കടകൾ അടയ്ക്കാനും പോകും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ നമ്മുടെ ഭാഷയെ പറഞ്ഞ എന്താണ്, ഗുഡ് നൈറ്റ്, സ്ലീപ്പ് വെൽ. നമ്മളെന്ത് ചെയ്യുക, നന്നായിട്ട് കിടന്നുറങ്ങുക, സന്തോഷത്തോടെ ഉറങ്ങുക, ആശ്വാസത്തോടെ ഉറങ്ങുക. മനസ്സിലായില്ലേ? ഇഷ്ടമുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വേറെ ആരെക്കുറിച്ചും ചിന്തിക്കാൻ കിട്ടിയില്ലെങ്കിലും മനസ്സിലായില്ലേ? ഇത്തിരി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടെങ്കിലും കിടന്നുറങ്ങുക. ഭാവിയിൽ കേരളത്തിലും ഒരു നല്ല ഭരണം വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്കായിരിക്കാം. ഞാൻ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. എന്താണ്, നൗ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ഗിവ് പീസ് ആൾവേസ് ഇൻ എവരി പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഞാൻ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. നൗ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ഗിവ് പീസ് ആൾവേസ് ഇൻ എവരി ദി ലോർഡ് വിത്ത് യു ആൾ. ഡു നോട്ട് സിയറ്റാൽ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഉയർത്ത് ക്രൈസ്റ്റ് മെൻസ് ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾ അഗൈൻസ്റ്റ് ദി യോക്ക് ഉണ്ട്. അപ്പോൾ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. മലയാളം ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് വെച്ചാൽ സമാധാനത്തിൻ്റെ കർത്താവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാനം നൽകട്ടെ, കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കുമാറട്ടെ. ഇംഗ്ലീഷുകൾ വായിക്കുമ്പോൾ നൗ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ഗീവ് പീസ് ആൾവേസ് ഇൻ എവരി ദി ലോർഡ് വിത്ത് യു ആൾ. പുള്ളിംഗ് ഡൗൺ ഓഫ് ക്രൈസിസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. For brethren you have encountered liberty, war a good warfare, holy faith and good conscience. Now may the Lord of peace be with you all. Amen. Do not see at all. For brethren you have encountered liberty. നാമിനെ അടിമത്തിൽ കൂടി വരുന്നു. Now may the Lord of peace be with you all. Amen. Pulling down of. Do not see at all.